വകം മിൻ സഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രീ. ഈ ദുനിയാവിന്റെ പുറത്ത് എരുമാട് ഉറൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിക്ക് ഇവിടെ കടന്നു വന്ന എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാരെ, പൊന്നപ്പമാരെ, നമ്മുടെ വീടിന്റെ കത്തട്ടിൽ 2 കൊല്ലമായി, 3 കൊല്ലമായി, 4 കൊല്ലമായിട്ട് കട്ടിലിൽ ഒരുപോലെ രോഗമായി കിടക്കുന്ന രോഗികൾ നമ്മുടെ വീട്ടിലില്ലേ? എന്തേ അവർക്ക് അല്ലാഹു മരണം കൊടുക്കാത്തത്? രോഗമില്ലാത്ത, വിഷമമില്ലാത്ത, നൊമ്പരമില്ലാത്ത, ദുഃഖമില്ലാത്ത എത്രയോ ആളുകളാ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എനിക്ക് 20 വയസ്സേ പ്രായമുള്ളല്ലോ, 26 വയസ്സേ പ്രായമുള്ളല്ലോ. എന്റെ പൊന്നുമോനെ, മരണത്തിന് വയസ്സ് വേണ്ട. ഞാനിപ്പോ പോകൂല്ല, 40 വയസ്സാകട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല മോനെ. ഇദാ ജാഅ അഹദുഹുൽ മൗത് തവഫത്ഹു റസൂലുനാ വഹും ലാ യുഫരിത്തൂൻ. അല്ലാഹുവിന്റെ വിളിയാളം കടന്നു വന്നു പോയാൽ, മലക്കുൽ മൗത്തും കൂട്ടുകാരും കടന്നു വന്നു പോയാൽ പോയേ പറ്റുവന്റെ ചെറുപ്പക്കാരാ. നമ്മൾ വിചാരിച്ചു പോയി നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ കടന്നു വരുന്നത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണെന്നാണ്. അല്ല, എണ്ണിയാൽ തീരാത്ത മാലാഖമാര് ഓരോ മനുഷ്യന്റെ റൂഹ് പിടിക്കാനും കടന്നു വരുന്നുണ്ട്. ഇന്നിവിടെ ഷമീർ ദാരിമിയുടെ റൂഹ് പിടിക്കാനാ കടന്നു വരുന്നതെങ്കിലോ? അല്ല, നമുക്ക് വേണ്ടി ക്യാമറ വർക്ക് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉനൈസാണ്, അല്ലെങ്കിൽ ഉനൈസിന്റെ റൂഹ് പിടിക്കാനാണ് കടന്നു വരുന്നതെങ്കിലോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുഹൈബിന്റെ റൂഹ് പിടിക്കാനാ കടന്നു വരുന്നതെങ്കിലോ? അല്ലാഹുവേ, ചുറ്റുഭാഗത്ത് മലക്കുകളാണ്, ചുറ്റുഭാഗത്ത് മലക്കുകളാണ്. അസ്റായീൽ തലഭാഗത്താണ്, തലഭാഗത്തിരിക്കുന്ന അസ്റായീല് കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്ന മനുഷ്യന്റെ റൂഹിനെ പിടിച്ച് വലിക്കുക. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു വേദനയാണ്. കാലിന്റെ തള്ളവിരലൊന്ന് പഴുത്തുപോയാൽ, കാലിന്റെ തള്ളവിരലൊന്ന് മുറിഞ്ഞു പോയാൽ, അല്ലാഹുവേ, അതിന്റെ വേദന ഉച്ചി വരെ വന്ന് പതിക്കുന്നതാണല്ലോ. അത്രത്തോളം വേദനയാൽ കാലിന്റെ തള്ളവിരളീന്ന് റൂഹ് പിടിച്ചു വലിക്കുകയാ. മുട്ടുവരെ കൊണ്ടുവച്ചു. ആ മുട്ടുകാലിന്റെ ഭാഗത്തുനിന്ന് മലക്കുകൾ മാറി അടുത്ത സെക്ഷൻ മാലാഖമാര് മുട്ടിന്റെ കാലിലേക്കൊന്ന് ഇടിച്ചു കയറുകയാണ്. സുബ്ഹാനല്ലാഹ്, മുട്ടുകാലിന്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കടന്നിട്ടോ ഞരമ്പുകളൊക്കെ പിടിച്ചു വലിച്ചു മുറുക്കുകയാണ്. അരഭാഗം വരെ റൂഹിനെ പിടിച്ചു കൊണ്ടുവെക്കുകയാണ്. അവിടെ ആ സെക്ഷൻ മാലാഖമാരും മാറി അടുത്ത സെക്ഷൻ മാലാഖമാര് അരഭാഗത്തേക്കും ഇടിച്ചു കയറുകയാണ്. അവിടെ റൂഹിനെ പിടിച്ച് വലിക്കുകയാ. തൊണ്ടക്കുഴി വരെ കൊണ്ടുവച്ചു. എല്ലാ മലക്കുകളും മാറി. ഇനിയുള്ള ഡ്യൂട്ടിയാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം. മലക്കുൽ മൗത്തിന്റെ ഡ്യൂട്ടി ഇനിയാണ്. അവിടെ റൂഹിനെ പിടിച്ച് വലിക്കാൻ പോവുകയാ. അതിന് വയസ്സ് വേണ്ട, അതിന് മാസം വേണ്ട, അതിന് കൊല്ലം വേണ്ട. എപ്പോഴാണ് പടച്ചവന്റെ തീരുമാനം കടന്നു വന്നത്, അപ്പോഴും പോയേ പറ്റുവന്റെ ചെറുപ്പക്കാരാ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു അനുഭവം പറയുകയാണ്. നിങ്ങളുടെ സമയങ്ങൾ കൊന്നുകളയാനല്ല, ഒരു അനുഭവം എന്റെ ചെറുപ്പക്കാർക്കൊരു പാഠത്തിന് വേണ്ടിയിട്ടാ ഞാൻ പഠിപ്പിക്കുന്നത്. എന്നോടൊപ്പം ഒരുമിച്ച് പഠിച്ചിരുന്നൊരു സുഹൃത്തുണ്ട്. അങ്ങനെ എന്റെ മഹലിൽ ആദ്യമായിട്ട് എന്റെ പ്രഭാഷണമാണ്. അങ്ങനെ അവൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ദാരിമി, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രഭാഷണം ആദ്യമായി നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കടന്നു വരികയാണ്. അതുമാത്രവുമല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമല്ല 3-4 കൊല്ലങ്ങളായി. അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ മണിയറയുടെ നറുമണം പോലും വിട്ടുമാറുന്നതിന് മുമ്പ് വിദേശത്തേക്കൊന്ന് കടന്നു വന്നതാണ്. എനിക്ക് 2.5 വയസ്സുള്ളൊരു പൊന്നുമകനുണ്ട്. ആ പൊന്നുമകനെ കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നാളെ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. കരുനാഗപ്പള്ളി ഭാഗത്ത് പ്രഭാഷണം കഴിഞ്ഞു. എന്റെ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോഴോ അല്ലാ
എന്റെ വീടിന്റെ ചാരത്ത് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ബാപ്പയുണ്ട്. എന്നോട് പറഞ്ഞു, മോനെ പൊന്നുമകനെ വിളിക്കാൻ പോകാം എന്ന് പറഞ്ഞിരുന്ന വാഹനം വന്നിട്ടില്ല, അതുകൊണ്ട് നീ ഒന്ന് കടന്നു വരുമോ? വാള് പറഞ്ഞിട്ട് വന്ന ക്ഷീണം എനിക്കുണ്ട്, എന്നാലും ആ ഒരു ബാപ്പയാണ് വിളിക്കുന്നത്. ആ ബാപ്പയോടൊപ്പം കടന്നു പോവുകയാണ്. എയർപോർട്ടിലേക്ക് പോയി 7:30 മണിയായപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലാൻഡ് ചെയ്യുകയാ. വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുസാബഹത്ത് ചെയ്തു. സുബ്ഹാന റബ്ബി, വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയിരിക്കുകയാണ്. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു തന്റെ പ്രിയപ്പെട്ടവൾക്ക് വിളിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോ കടന്നുപോയതാണ്. ആ ഒരു പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ, നമുക്ക് 2 വയസ്സുള്ള 2.5 വയസ്സുള്ള കുഞ്ഞുമോനില്ലേ? ആ പൊന്നുമകൻ ഉണർന്നിട്ടുണ്ടോ? ആ പൊന്നുമകൻ ഉണർന്നിട്ടുണ്ടോ? ഉണർന്നിട്ടില്ല എന്ന് പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ പറയുന്നത് കാതുകൊണ്ട് കേൾക്കുകയാണ്. എന്തേ പറഞ്ഞെന്നറിയോ? അവനെ വന്ന് ഉണർത്തുമോ? അവനെ വന്ന് കുളിപ്പിക്കുമോ? അവനിക്ക് നല്ല ഒരു വസ്ത്രം ധരിപ്പിക്കുമോ? അവനെ വന്ന് ഒരുക്കി ഉഷാറാക്കി നിർത്തുവോ? അവന്റെ കണ്ണെന്ന് എഴുതി കൊടുക്കുവോ? അവനെ കാണാൻ ആദ്യമായിട്ടല്ലേ കടന്നു വരുന്നത്. ആ പൊന്നുമകനെ ആദ്യമായിട്ട് കാണുമ്പോഴെന്റെ കൽവൊന്ന് തണുക്കണ്ടേ, അതുകൊണ്ട് അവനെ ഒരുക്കണം പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വീടിന്റെ ചാരത്തെത്താ 1 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. 1 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ വീണ്ടും മൊബൈൽ മേടിക്കുകയാ. വിളിക്കുന്നു തന്റെ പ്രിയപ്പെട്ടവൾക്ക്. എന്നിട്ട് പറഞ്ഞു, പെണ്ണേ, വീടിന്റെ ചാരത്തെത്താ 1 കിലോമീറ്ററേ ബാക്കിയുള്ള പെണ്ണേ. പൊന്നുമകനെ ഉണർത്തിയിട്ടുണ്ടോ? അവനെ കുളിപ്പിച്ചിട്ടുണ്ടോ? അവനിക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞേക്കാ, പൊന്നുമകനെ ഒരുക്കിയിട്ടുണ്ട്, അവനിക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്, അവന്റെ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണാൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലൊക്കെ ഞാൻ അവനെ ഒരുക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്ത ചെറുപ്പക്കാരൻ പറയുകയാണ്, ആ പൊന്നുമകന്റെ ബാപ്പയോട് പറഞ്ഞു, ബാപ്പ, എന്താണെന്നറിയില്ല, എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ട്, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ബാപ്പ. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോയാൽ അസുഖം വന്നാൽ വീണ്ടും തിരിച്ചു വരണ്ടേ? ബാപ്പയും പറഞ്ഞു, എന്നാൽ ശരി, നമുക്കൊന്ന് കടന്നു പോകാം പൊന്നുമോനെ. എന്നോട് ചോദിച്ചു, ദാരിമി, വാഹനത്തിന്റെ ഉള്ളിൽ വെള്ളമുണ്ടോ? വെള്ളമെടുത്തു കൊടുത്ത എന്റെ ചെറുപ്പക്കാരാ, വെള്ളമെടുത്തു കൊടുത്തു, വെള്ളം കുടിച്ചു. പ്രിയപ്പെട്ട ബാപ്പയുടെ മടിയിലേക്കൊന്ന് തലവെച്ച് കിടക്കുകയാ. പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് തലവെച്ച് കൊണ്ട് കിടക്കുമ്പോ 4 വർഷമായി പൊന്നുമകനെ കണ്ടിട്ട് ആ പ്രിയപ്പെട്ട ബാപ്പ ഞാൻ നോക്കുമ്പോ പൊന്നുമകന്റെ തല ഇങ്ങനെ തടയി കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ ഞാൻ പറഞ്ഞു, ബാപ്പ ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട്, പൊന്നുമകനെ വന്ന് വിളിക്കുവോ? അല്ലാഹുവേ, പൊന്നുമകനെ ബാപ്പ വിളിക്കുകയാ. പൊന്നുമകന് കനക്കമില്ല, അനങ്ങുന്നില്ല പൊന്നുമകൻ. ബാപ്പ അവിടെ ഉറക്കെ വിളിച്ചു, മോനെ, എന്റെ പൊന്നുമോനും ഉണരുവോ? അല്ലാഹുവേ, എവിടെയാണ് ഉണരാ? എന്നോട് പറഞ്ഞു, മോനെ, നീ എന്ന് വിളിക്കുവോ ഉപ്പാന്റെ കുട്ടിയെ? അല്ലാഹുവേ, ഞാനും വിളിച്ചു നോക്കുകയാണ്, അനങ്ങുന്നില്ല. ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുമ്പോഴോ ഡോക്ടർ മരുന്നെഴുതി എന്തെന്നറിയോ? അത് മരണമെന്നുള്ള മരണമാണ്. അല്ലാഹുവേ, അവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ കയറ്റുകയാ. ഞാനും എന്റെ കൂടെ ഉള്ള സിദ്ദീഖ് ദാരിമി ഉസ്താദ് അങ്ങനെ ഉള്ളവരെല്ലാവരും കൂടി കടന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ കടന്നു പോവുകയാണ്. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോ ഈ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളുടെ കോള് വരികയാണ്. ഞാൻ കോള് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ടവന് വിടയാട്,
അവരുടെ കയ്യിലൊന്ന് കോള് കൊടുക്കുവോ ഇവിടെ പൊന്നുമകൻ ബാപ്പയെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ബാപ്പ കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങൾ മേടിച്ച് കളിക്കാനും ബാപ്പയോടൊപ്പം ഒരുമിച്ചിരിക്കാനും ബാപ്പയുടെ കൈത്തുണ്ട് പിടിച്ചുകൊണ്ട് കറങ്ങാറ് ഇവിടെ പൊന്നുമകൻ ഇവിടെ കാത്തിരിക്കുകയാണ്. അവൻ വെള്ളം കുടിക്കുന്നില്ലെന്ന് പറയോ, അവൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറയോ. അതുകൊണ്ട് എന്റെ പൊന്നുമോനിക്ക് വേണ്ടി വന്ന് പെട്ടെന്ന് വരാൻ പറയോ. അല്ലാഹുവേ, എനിക്ക് മരിച്ചെന്ന് പറയാൻ പറ്റുമോ പൊന്നുമോനെ? എനിക്ക് മരിച്ചെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കോള് കട്ടാക്കി ചുരുക്കി പറയട്ടെ, അവസാനം മരിച്ചു എന്നുള്ള വാർത്ത അറിയുമ്പോ അല്ലാ പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ഈ പൊന്നുപെങ്ങള്. വീടില്ലാത്തത് കൊണ്ട് 4 കൊല്ലം സ്വന്തമായിട്ടൊരു വീട് പണിതതാണ്. അതിന്റെ കുടിയിരിപ്പാണ് നാളെ. അതുമാത്രമല്ല, എന്റെ പ്രഭാഷണത്തിന് കേൾക്കാൻ വരുമെന്ന് പറഞ്ഞതാണ്. അതുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമേ പോയതാ. അതാ 2.5 വയസ്സുള്ളൊരു കുഞ്ഞു മകനുണ്ട്. ആ പൊന്നുമകന്റെ പുഞ്ചിരി കാണാ. ആ പൊന്നുമകനെ വാരി പുണർന്നുകൊണ്ട് മുത്തം കൊടുക്കാ. അവിടെ ഒരുങ്ങിപ്പോയ ചെറുപ്പക്കാരനാട്. അല്ലാഹുവേ, മയ്യത്ത് കൊണ്ടുപോവുകയാ. മയ്യത്ത് കൊണ്ടുപോയി വീട്ടിലേക്ക് വെക്കാവൊരുങ്ങുമ്പോ കൂടെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർ കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട കലിമത്തു തൗഹീദ് ഉറക്കെ ചെല്ലുകയാണ്. ചെല്ലുമ്പോഴോ അല്ലാഹുവേ, 2.5 വയസ്സുള്ള പൊന്നുമോനെ ഒരുക്കിയിട്ടുണ്ട്. അവന്റെ കണ്ണെഴുതിയിട്ടുണ്ട്. അവൻ കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ബാപ്പച്ചു കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങൾ മേടിച്ച് കളിക്കാനും അതനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനും പൊന്നുമകൻ ഒരുങ്ങുകയാണ്. എവിടെയാണ് റബ്ബേ? മയ്യത്ത് കൊണ്ട് വീട്ടിലേക്ക് വെക്കുകയാണ്. ആയിരക്കണക്കാന് ആലിമീങ്ങൾ ആ വീടിന്റെ ഉള്ളിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവിടെ പൊന്നുമകന്റെ മയ്യത്തിന്റെ ചാരത്ത് അല്ലാഹുവേ, ഈ പാവപ്പെട്ട പൊന്നുപെങ്ങള് 2.5 വയസ്സുള്ള പൊന്നുമോന് ഒക്കെ തിരുത്തിയിട്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ആരുടെ മുമ്പിലാ കൊണ്ടുവന്നത്? പൊന്നുമകനിക്ക് മുത്തം കൊടുക്കാമെന്ന ബാപ്പയുടെ, പൊന്നുമകനെ വാരി പുണരാമെന്ന ബാപ്പയുടെ, പൊന്നുമകനോട് കിന്നാരം പറയാമെന്ന ബാപ്പയുടെ ചാരത്തേക്ക് ചലനമറ്റ് കിടക്കുന്ന ബാപ്പാന്റെ മുമ്പിൽ 2.5 വയസ്സുള്ള കുഞ്ഞുമോനെ പാവപ്പെട്ട പൊന്നുപെങ്ങൾ കൊണ്ടു നിർത്തുകയാ. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമോനെ, ബാപ്പാക്കൊരു മുത്തം കൊടുക്കുവോ കുഞ്ഞുമോനെ? ഈ ചെറുപ്പക്കാരൻ വന്നതോ പൊന്നുമകനെ വാരി പുളർന്നുകൊണ്ട് മുത്തം കൊടുക്കാനാ. എവിടെയാ ചെറുപ്പക്കാരാ സമയം കിട്ടുക? അവിടെ നിന്ന് ചലനമറ്റ് വെള്ളത്തുണിയിൽ പുതപ്പിച്ച് കിടക്കുകയാണ്. വെള്ളത്തുണിയിൽ പുതച്ചുകൊണ്ട് കിടക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഉമ്മ മുത്തം കൊടുക്കാൻ പറഞ്ഞപ്പോ പൊന്നുമകൻ കടന്നു പോവുകയാണ്. കടന്നു ചെന്നുകൊണ്ട് ബാപ്പാന്റെ കവിൾ തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. കണ്ടവരൊക്കെ പൊട്ടിക്കരയുകയാണ്. ഒരാള് പോലും കരയാത്തവരില്ല. ഈ സദസ്സിൽ നമ്മൾ മരിച്ചു പോയാലോ? അതാ 20, 26, 30 വയസ്സുള്ള എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ ചാരത്ത് വന്നുകൊണ്ട് കരഞ്ഞു പോയാലോ? നമുക്കത് സഹിക്കാൻ പറ്റുമോ? നമുക്കത് താങ്ങാൻ പറ്റുമോ? നമ്മുടെ റൂഹ് അത് കാണുന്നുണ്ട്. നമ്മുടെ റൂഹ് കാണുന്നുണ്ട് മക്കൾ കരയുന്നത്. ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരന്റെ റൂഹ് പുലതാ, ഈ ചെറുപ്പക്കാരന്റെ റൂഹ് വിളിച്ച് പറയുന്നുണ്ടാകാ, മോനെ, നിന്നെ വാരിയെടുക്കാൻ ഈ ബാപ്പാക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് മുത്തം തരാൻ ഈ ബാപ്പാക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ മാറോട് ചേർത്ത് പിടിക്കാൻ ഈ ബാപ്പക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ബാപ്പക്ക് എഴുന്നേക്കാൻ കഴിയില്ലല്ലോ, ബാപ്പക്ക് മിണ്ടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ എന്ന് വിളിച്ച് കരയുന്നുണ്ടാകാ. ഈ കുഞ്ഞുമകൻ ചെന്നുകൊണ്ട് വെള്ളത്തുണി ആരോ മാറ്റിക്കൊടുക്കുമ്പോ അല്ലാഹുവേ മുത്തം കൊടുക്കുകയാണ്. അവിടെ നിന്ന് മയ്യത്ത് പൊതിഞ്ഞു. അപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ട് ഈ പൊന്നുപെങ്ങൾ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് 1 സെക്കൻഡ് ഇവിടെ
വന്ന് കയറിയിട്ട് പോയെങ്കിലോ ഈ പൊന്നുമകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കാമായിരുന്നല്ലോ, അവരവാനിപ്പുണരാമായിരുന്നല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന ഒരു കളിപ്പാട്ടമെങ്കിലും ഈ കുഞ്ഞുമോന്റെ അടുക്കലേക്കൊന്നെടുത്തു കൊടുക്കാമായിരുന്നല്ലോ. ഇന്ന് നിങ്ങൾക്കതിന് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മയ്യത്തെടുക്കുന്ന എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മയ്യത്തെടുക്കുകയാണ്. ഇവിടെ പള്ളിക്കാട്ടിലേക്ക് വിളിച്ചു പറയുന്നത് പോകുന്നവരോട് ഈ 2.5 വയസ്സുള്ള കുഞ്ഞുമോനെ കൂടെ ഒന്ന് കൊണ്ടുപോകുവോ? ഈ കുഞ്ഞുമകൻ ബാപ്പയ്ക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചാ, ഈ കുഞ്ഞുമകൻ ബാപ്പയ്ക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചാല്, അല്ലാഹുവേ 3 പിടി മണ്ണ് ബാപ്പയുടെ പലകയുടെ പുറത്തേക്ക് വാരിയിട്ടെന്ന് പറയാലോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമകനെ കൊടുത്തു വിടുകയാണ്. എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ്. അവിടെ നിന്ന് പള്ളിക്കാട് ഒരുങ്ങിക്കഴിഞ്ഞു. മയ്യത്ത് അവിടെ നിന്ന് എടുക്കുകയാണ്. 6 അടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ അവിടെ നിന്ന് മയ്യത്ത് ഇറക്കി വെക്കുകയാണ്, പലകയിടുകയാ. പാപപ്പെട്ട ചെറുപ്പക്കാരന്റെ കബറിന്റെ ഉള്ളിൽ ഇരുട്ടാവുകയാണ്. ആദ്യമായിട്ട് കുഞ്ഞിളം കൈകൾ കൊണ്ട് അവിടെ നിന്ന് 3 പിടി മണ്ണൊരാള് വാരിയിടിപ്പിക്കുകയാണ്. ഇത് കണ്ടാൽ കരയാത്തവരുണ്ടോ ചെറുപ്പക്കാരാ? പൊന്നുമകനെ കളിപ്പിക്കാൻ വന്നതാണ്, പ്രിയപ്പെട്ടവളെ കാണാൻ വന്നതാണ്. എവിടെ പൊന്നുമോനെ? മരണത്തിന് സമയമില്ല, മരണത്തിന് വയസ്സില്ല. എപ്പോഴല്ലാഹുവിന്റെ വിളിയാളം കടന്നു വന്നാലോ വകമ്മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ മരീളിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രീ. ഇതുപോലെ നമ്മുടെ ഒരുപാട് ഭാഗത്ത് എത്ര ആളുകൾ ഇവിടെ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നമ്മുടെ സ്നേഹിതന്മാരൊക്കെ നമ്മളെ അതേ വയസ്സുള്ള 20ഉം 26ഉം 30ഉം വയസ്സുള്ള നമ്മളോടൊപ്പം പല കാര്യങ്ങൾക്കും ചേർന്നിരുന്ന, അല്ലെങ്കിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്ന എത്രയോ ചെറുപ്പക്കാരെന്ന് എവിടെയാ എന്നുള്ളത് പച്ച മണ്ണിന്റെ ഉള്ളറയില്ല. നമ്മളത് ഓർക്കാറില്ല. ഖബറിനെ കുറിച്ചൊരു ചിന്തയില്ല. അള്ളാഹു നമുക്ക് വെക്കുന്ന മരണത്തെ കുറിച്ചൊരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലില്ല. അല്ലേ? നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, അള്ളാഹുവേ ഈ ഒരു വാളും കൂടെ എനിക്കുള്ളൂ, ഇന്ന് എനിക്കൊരു വാളില്ല കേട്ടോ. ഇന്നെന്റെ മക്കളോടൊപ്പമാണ്, എന്റെ ഭാര്യയോടൊപ്പമാണ് ഇവിടെ വന്നത്. നാളെ ഒരു പക്ഷേ എന്റെ ഭാര്യ ഉണ്ടാകില്ല, എന്റെ മക്കൾ ഉണ്ടാകില്ല. ഒരു പക്ഷേ എന്റെ മക്കൾ വന്നാലും 6 അടി മണ്ണാകുന്ന ഖബർ വരെ ഈ ഒരു ചിന്ത ചിന്തിക്കുന്നവർക്ക്, ഈ ഒരു ബോധം മനസ്സിന്റെ ഉള്ളിൽ ഉള്ളവർക്ക് ഒരിക്കലും അള്ളാഹുവിനെ മറക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിധിവിലക്കുകളെ മറക്കാൻ പറ്റൂല. എന്ത് ഖബർ ഉസ്താദേ, എന്ത് മരണം അല്ലേ? നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറന്ന മണ്ണറ കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട് അല്ലാ ഖബറന്ന മണ്ണറ കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. എത്ര ആളുകളുടെ മയ്യത്ത് നമ്മൾ കൊണ്ടുചെന്ന് ഖബറിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്. ഓർമ്മയുണ്ടോ? അല്ലാഹുവേ, ഇന്ന് നമ്മൾ ആളുകളെ കൊണ്ട് ഖബറിൽ വെച്ചാൽ അവിടെ ചുറ്റിപ്പോ സെൽഫി എടുക്കും. ഞാൻ ഇവിടെ ഖബറടക്കാനുണ്ടായിരുന്നു. മയ്യത്ത് കൊണ്ട് ഖബറി വെച്ചിട്ട് നമ്മൾ സെൽഫി എടുക്കാം. എന്തിനാ സെൽഫി എടുക്കുന്നത്? ഞാൻ ഈ മയ്യത്തടക്കാനുണ്ടായിരുന്നു, എന്നിട്ട് കൂട്ടുകാർക്ക് വിട്ടുകൊടുക്കുക, സപ്ലൈ ചെയ്യാ. എന്ത് നാണം കെട്ട അവസ്ഥയാ, എന്തോന്ന് നാണം കെട്ട അവസ്ഥയാ ഇത്.
അല്ലെങ്കിൽ ബാപ്പാന്റെ മയ്യത്ത് പച്ചമണ്ണിലേക്ക് നിറക്കി വെക്കുമ്പോ ആൺമക്കൾ ഗൾഫിലുള്ള വിദേശത്തുള്ള മക്കൾക്ക് ബാപ്പാന്റെ മയ്യത്ത് പച്ചമണ്ണിലേക്ക് എടുത്തു വെക്കുന്നത് കാണിച്ചു കൊടുക്കാൻ അവര് ഫോട്ടോ എടുക്കുന്ന നാണം കെട്ട ചെറുപ്പക്കാർ ഈ ലോകത്തില്ലേ? ഈ തൊട്ടടുത്ത് നമ്മൾ കണ്ടില്ലേ നമ്മുടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ബാപ്പാന്റെ മയ്യത്ത് ഇറക്കി വെക്കുന്നത് മകൻ കാണിച്ചു കൊടുക്കാൻ ഗൾഫിലുള്ള സഹോദരങ്ങൾക്ക്? അത് ഫുള്ള് ഫ്ലാഷായി. ഇത്രയും ഗതികെട്ടൊരു മക്കളായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. റക്കൊന്ന് പറയും, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്ത വേണം എൻ്റെ മുഅ്മിനുകളെ. നിങ്ങളവിടെ ഇരിക്കുന്നല്ലോ, ഈ ഇരുത്തം എന്തുകൊണ്ട്? അള്ളാഹുവേ, ഞാൻ മരിച്ചാൽ അള്ളാന്റെ ദീനിന്റെ സദസ്സ് കേട്ടുകൊണ്ട് അതിൻ്റെ ഒരു കൂലിയെങ്കിലും കിട്ടുമല്ലോ, അതുകൊണ്ടാണ് നിങ്ങളിവിടെ എഴുന്നേറ്റ് പോകാതെ ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നോക്കുക, കുഴപ്പമില്ല, ഇങ്ങനെ പോകല. അള്ളാഹുവിൻ്റെ ദീന് കേൾക്കുമ്പോൾ അതിന് 18 ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു. നല്ല മരണം അവനിക്ക് ലഭിക്കും. അതവിടെ എണ്ണി പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ലെന്ന്. ഒരാൾ ഇൽമ് കേൾക്കുന്നവർക്ക് 18 ഗുണങ്ങൾ, അതിൽപ്പെട്ട 3-ാമത്തതാണ് അവനിക്ക് നല്ല മരണം ലഭിക്കുമെന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരട്ടെ. പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹുവേ, ശരീരങ്ങൾ റോഡിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ഗതികേട് നമുക്ക് നീ വെക്കല്ല റഹ്മാനെ. തലച്ചോറുകൾ ചന്ന ഭിന്നമായി അള്ളാഹുവെ ചിഹ്നിച്ചു തരുന്ന ഒരവസ്ഥ വെക്കല്ലേ അല്ലാ. എത്ര മയ്യത്ത് നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട്, എത്ര ആളുകളുടെ മയ്യത്തുകൾ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓർമ്മയുണ്ടോ നമുക്ക്? പടച്ചോനെ, നാളെ എന്നെ മറ്റുള്ളവർ പൊതിയുമെന്ന ചിന്തയുണ്ടോ? ഇല്ല. മനുഷ്യൻ ഈ ദുനിയാവിന്റെ കുതിപ്പിലൂടെ മുന്നോട്ട് പോവുകയാ. ആഡംബരത്തിന്റെ, ആഭാസരത്തിന്റെ, അലോസരതയുടെ ആഴക്കടലിലേക്ക് കാണ്ടുപോയിട്ട് പടച്ചവന്റെ പടപ്പുകളാകുന്ന ഞാനും നിങ്ങളും പാരിൽ പരിവർത്തനത്തിന്റെ പടകത്തിന് തീർക്കാതെ അന്തസത്തയില്ലാത്ത ജീവിതം നയിക്കാൻ ഇവര് പോക്കുപോയാൽ വല്ലാഹി നമുക്ക് നല്ല മരണം കിട്ടൂല. ഈ ദുനിയാവ് ഇങ്ങനെ വരും, നമ്മളെ മാടി വിളിക്കും. അപ്പൊ നമുക്ക് തോന്നും, പടച്ചോൻ ഇതൊക്കെ ഉഷാറാ, ദുനിയാവ് വളരെ സെറ്റപ്പാ അല്ലേ? എത്ര മയ്യത്തിങ്ങൾ കണ്ട് എരുമാട് പള്ളി പരിസരത്ത് ഒരുപാട് ബാപ്പമാരെ കൊണ്ടുവച്ചവരാ നിങ്ങൾ. ഒരുപാട് കൊച്ചുമക്കളെ, 4 വയസ്സുള്ള 7 വയസ്സുള്ള പൊന്നുമക്കളെ വിതുമ്പുന്ന കണ്ണുകളോടെ ചുണ്ടുകളോടെ അള്ളാഹുവിന്റെ പച്ച മണ്ണിൽ നമ്മൾ കൊണ്ടുവച്ചവരാണ്. എന്നിട്ടൊരു ഓർമ്മ നമുക്കില്ല. ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് മയ്യത്ത് 2 കൈ കൊണ്ട് വേടിച്ചു വെച്ചിട്ട് പോലും പടച്ചോനെ, നാളെ എന്റെ മയ്യത്ത് ഇതുപോലെ വേടിച്ചു വെക്കുന്ന ചിന്തയില്ല. അതല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു മരണത്തെ പടച്ചതെന്തിനാണ്? അല്ലാഹു മരണത്തെ പടച്ചതെന്തിനാണ്? ആരാണ് ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന എന്നറിയാൻ, ആരാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്ന എന്നറിയാൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നല്ല അമൽ ചെയ്യാൻ ഉദാഹരണം പറയാം. ഞാൻ ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോയാൽ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. മനസ്സറിഞ്ഞു എല്ലാവരും ഉറക്കെ പറയും, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ഞാൻ ഇവിടെ നിന്ന് മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ ഇവിടെ ഉള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടന്നു വരും. ഇക്ബാൽ ഉസ്താദ് കടന്നു വരും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുഹൈബ് വരും, ബഷീർ ദാരിം ഉസ്താദ് വരും. എല്ലാരും എന്റെ മയ്യത്ത് കാണാൻ വന്നാൽ എന്റെ റൂഹ് അവരോട് വിളിച്ചു പറയും, ഫലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറതനി. എന്നെ ദുനിയാവ് എന്നെ ചതിച്ചിട്ടുണ്ട്, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്നാണ്. അതെങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയിൽ നമുക്കറിയാം, ബഷീർ ഉസ്താദ് ഞാൻ ഇങ്ങനെ പോവുക ഒരു യാത്ര. ആ യാത്രയിൽ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. ബഷീർ ഉസ്താദ് പറഞ്ഞു, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, അള്ളാന്റെ പള്ളിയിൽ കയറി നമുക്കൊന്നിപ്പോൾ നിസ്കരിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സമയമില്ല, വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ ആവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങ് മരിച്ചെന്നിരിക്കട്ടെ. അപ്പൊ എന്റെ മയ്യത്തിന്റെ ചാര ബഷീർ ഉസ്താദ് കടന്നു വരും. ആ സമയത്ത് പടച്ചോനെ ചിന്തിക്കാൻ, റബ്ബേ, ഇവനോടൊപ്പം ഞാൻ നടന്നപ്പോൾ എന്റെ ഒരു ളുഹർ പോയി, എന്റെ ഒരു അസർ പോയി. ഇനി അതില്ല, അവനിക്ക് ഇനി അസർ നിസ്കരിക്കാനുള്ള സമയമില്ല, അവനിക്ക് ഇനി മഗ്രിബ് നിസ്കരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇനി ഇതുപോലെ ഞാൻ നന്നാവാൻ പോവാ, ഇനി ഒരു വക്കത്ത് ഞാൻ മുടക്കൂല. അതാ പഠിപ്പിച്ച അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല ഫലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറതനി. ആരാ വിളിച്ചു പറ, മോനെ
ഞാൻ ളുഹർ നിസ്കരിച്ചിട്ടില്ലടാ, അസർ നിസ്കരിച്ചിട്ടില്ല കേട്ടോ, സുബഹി നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഒരുപാട് നിസ്കാരങ്ങൾ ഞാൻ ഖലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ ആത്മാവ്. മുഴുവൻ ആളുകളോടും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ ഒരുപാട് ചെറുപ്പക്കാരിവിടെ ഉണ്ട്, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ആരാ ഈ ഇരിക്കുന്നവർ? ആരെങ്കിലും ഒരാൾ ഒരു മയ്യത്തിന്റെ ചരത്തെങ്കിലും പോകാത്തവരുണ്ടാവോ? ഒരു മയ്യത്തിന്റെ അടുക്കലെങ്കിലും പോകാത്തവരുണ്ടാകോ? ഇല്ല, പോയവരേ ഉള്ളൂ. നിങ്ങളോടൊക്കെ ആത്മാക്കൾ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കുളിപ്പിക്കാൻ വന്നവരാ, എന്നെ പൊതിയാൻ വന്നവരാ, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിലോ പരാജയത്തിന്റെ പടുകുഴിയിലൂടെയാ കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരവസ്ഥയാണ്. മരണം നമുക്കൊരു ഉപദേശമാണല്ലോ, മരണം നമുക്കൊരു ഉപദേശമാണ്. എന്തിനേറെ മയ്യത്ത് കുളിപ്പിക്കാൻ കടന്നു വരുന്നവര്, മയ്യത്തിനെ ചുമക്കാൻ കടന്നു വരുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ, യാ അഹിബായി വയാ ഔലാദി, എന്റെ പൊന്നുമക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോവുകയാണ്. ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിലേക്കാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയമില്ല പറയാൻ. ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിട്ട് അല്ലാഹുവേ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടാറുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നവരെ വിളിച്ചുകൊണ്ട് ഈ കിടക്കുന്ന മനുഷ്യന്റെ, ഈ കിടക്കുന്ന മയ്യത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നൊരു ചോദ്യമുണ്ട്, ഒരു പറച്ചിലുണ്ട്. എന്താണ് ആ പറച്ചിലെന്നറിയോ? ഇന്നതാ നിസ്കരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടുന്നവനെ, നിങ്ങൾ പോകാൻ വരട്ടെ. നിങ്ങളെ പോലെ തിരക്കുള്ളവനായിരുന്നു ഞാന്, നിങ്ങളെ പോലെ കച്ചവടമുള്ളവനായിരുന്നു ഞാന്, നിങ്ങളെ പോലെ ബിസിനസ് ഉള്ളവനായിരുന്നു ഞാന്. എനിക്കൊന്ന് തിരക്കില്ല, എനിക്കൊന്ന് ബിസിനസ് ഇല്ല. ഇന്ന് ഞാനിവിടെ കിടക്കുകയാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇനി എനിക്ക് കിടക്കാനുള്ള ഒരു വീടുണ്ട്. ആരാരുമില്ലാത്ത 6 അടി മണ്ണാകുന്ന പച്ചമണ്ണ്. ആ പച്ചമണ്ണൊന്ന് കണ്ടിട്ടല്ലാതെ പോകല്ലേ. ഓരോ മനുഷ്യന്റെ റൂഹും വിളിച്ചു പറയാറുണ്ട്. ഇന്ന് എത്രയോ ആളുകളാണ് എന്റെ പ്രിയപ്പെട്ട, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുപാപ്പമാര്, എന്റെ പെങ്ങളെ, എത്രയോ ആളുകളെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവച്ചിട്ട് ആർക്കോ വേണ്ടി, പേരിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് എഴുന്നേറ്റ് ഓടുന്ന ചെറുപ്പക്കാരാ, നിന്നെ വിളിച്ചുകൊണ്ട് ഈ റൂഹ് വിളിച്ചു പറയാട്, മോനെ പോകല്ലേ, നീ പോകല്ലേ. നിനക്ക് എന്ത് തിരക്കാ ദുനിയാവിന്റെ പുറത്തുള്ളത്? ആ തിരക്ക് മുഴുവനും മാറ്റിവെക്കടാ. നിന്നെ പോലെ തിരക്കുള്ളവനല്ലേ ഞാന്. ഇന്നെനിക്ക് ഓടണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കിടക്കാനുള്ള പച്ച മണ്ണുണ്ടല്ലോ, ആ കബറൊന്ന് കണ്ടിട്ട് പോകണേ. എല്ലാവരും മയ്യത്ത് നിസ്കരിച്ചു, എല്ലാവരും മയ്യത്ത് നിസ്കരിച്ചു. എത്രയോ പ്രാവശ്യം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട്, ഓ ചെറുപ്പക്കാരാ, പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കയറാത്ത പൊന്നുമോനെ, പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കയറാത്ത പൊന്നുമോനെ. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സ് പൊട്ടിയിട്ട് പറയാ, കബറടക്കി നിങ്ങൾ ഓടല്ലേ. ഒരു മനുഷ്യനെ കബറടക്കിയിട്ട് ഓടല്ലേ. എന്തിനെന്നറിയോ അങ്ങനെ പറഞ്ഞത്? 6 അടി മണ്ണിൽ കൊണ്ടുവെക്കുമ്പോൾ നമ്മളത് കാണണം. പടച്ചോനെ, നാളെ എന്നെയും ഇതുപോലെ മറ്റുള്ളവർ താങ്ങി പിടിച്ചിട്ട് പച്ച മണ്ണിലേക്ക് വെക്കുമല്ല. ഈ ഒരു ചിന്ത ഉണ്ടാകാനാണ് പുണ്യനബി നമ്മളോട് അങ്ങനെ പഠിപ്പിച്ചത്. മനുഷ്യൻ വിളിച്ച്, ഇദ്ദേഹത്തിന്റെ റൂഹ് വിളിച്ചു പറയും, നിങ്ങൾ പോകല്ലേ, എന്റെ വീട് കണ്ടിട്ടേ പോകാവൂ. അങ്ങനെ പോകും വീട്ടിലേക്ക്. സമയമില്ല, 11 മണിക്കൂടെ ഇപ്പൊ തങ്ങൾ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാ. അങ്ങനെ കടന്നു പോകും പള്ളിക്കാട്ടിൽ. അവിടെ ഇറക്കി വെച്ചു, കബറിലേക്ക് ഇറക്കി വെച്ചു ഓരോ മനുഷ്യരെയും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പലകയിട്ട് നിരത്തി, മണ്ണിട്ട് മൂടി. ആ സമയത്താണ് വിളിച്ചു പറയുന്നത്, പോകുന്നവരെ, 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 ഇന്നീ ഖബറിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റക്കാട്. എന്റെ മക്കൾ അവിടെ നിന്ന് സലാം പറഞ്ഞല്ലോ. എല്ലാവരും കൊണ്ടുവന്നിട്ട് കബറിടത്തിലേക്ക് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്,
അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞു. മക്കള് ബാപ്പാ അസ്സലാമു അലൈക്കും യാ അബി. പൊന്നു മക്കള് ബാപ്പാക്ക് സലാം പറയുകയാ. ഈ മക്കൾക്ക് വേണ്ടിയല്ലേ ഈ പ്രിയപ്പെട്ട ബാപ്പ ജീവിച്ചിരുന്നത്? എന്തും പൊന്നു മക്കൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുന്ന ബാപ്പ ഇന്ന് കബറിന്റെ ഉള്ളിലാണ്. എല്ലാവരും പിരിഞ്ഞു പോയി. പിന്നെ ആരാ? കള്ളിച്ചെടികൾ സലാം പറയുകയാണ്. കള്ളിച്ചെടികൾ സലാം പറയുകയാണ്. ചുറ്റുവട്ടത്ത് ഒരുപാട് കബറിടങ്ങളുണ്ട്. അതിലൂടെ ഇങ്ങനെ കടന്നു നീങ്ങുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അവിടെ നിന്ന് പിരിയുന്ന സമയത്ത് വിളിച്ചു പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ മറന്നേക്കല്ലേ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എനിക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്നിങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, മരണത്തെ കുറിച്ചുള്ള ഓർമ്മ കടന്നു വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, എന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കിക്കോ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാക്കിക്കോ, അള്ളാഹുവിനോടുള്ള എല്ലാ ചിന്തകളും കൊടുക്കുക, അള്ളാഹുവിനെ വഴിപ്പെടുക, അള്ളാഹുവിന്റെ ഹബീബിനെ വഴിപ്പെടുക. അങ്ങനെ വഴിപ്പെടാനും നിസ്കരിക്കാനും നിങ്ങൾക്കൊന്ന് കഴിയണോ? നിങ്ങളുടെ മരണത്തെ കുറിച്ചൊന്ന് ഓർക്കുക, ആരടി മണ്ണാകുന്ന കബറിനെ കുറിച്ചൊന്ന് ഓർക്കുക. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണോ? എന്നാൽ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുണ്ടാകണം, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുണ്ടാകണം. അള്ളാഹുവിനെ വഴിപ്പെടണം. അള്ളാഹുവിനല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിസ്കാരത്തെ പറ്റി പടച്ചോൻ അവിടെ പറഞ്ഞിട്ടില്ല. നോമ്പിനെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞ് മാതാവിന് സേവനം ചെയ്യാൽ ഈ ഒരു വാക്കാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പഠിപ്പിക്കുന്നത്. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലാൻ പറ്റണോ? ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമുണ്ടാകണം. അതല്ലേ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ് സല്ലൈതു സലവാത്തൽ ഖംസ് വഅദ്ദൈതു സകാത്ത് വസുംതു റമളാന വഖുംതു ലയാലിയാ മമ്മാ തഅലാ ഹാദാ യാ റസൂലല്ലാഹ്. قال النبي محمد صلى الله عليه وسلم كان مع النبيين والصديقين والشهداء يوم القيامة. ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയാണ്, നബിയെ, ഒരു വക്കത്തും ഞാൻ മുടക്കൂല. അല്ലാഹു എനിക്ക് പ്രായപൂർത്തി എപ്പോഴാ തന്നിട്ടുള്ളത്, ആ സമയം മുതൽ പടച്ചവനിക്ക് വേണ്ടി നിസ്കരിക്കാറുണ്ട്, അല്ലാഹുവിന് വേണ്ടി നോമ്പെടുക്കാറുണ്ട്. വസുംതു റമളാന, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വന്നു പോയാൽ പരിശുദ്ധമാക്കപ്പെട്ട റമളാനില് നോമ്പ് നോക്കാറുണ്ട് നബിയേ. വഖുംതു ലയാലിയാ, രാത്രികാലങ്ങളില് തറാവീഹ് നിസ്കരിക്കാറുണ്ട് നബിയേ, തസ്ബീഹ് നിസ്കരിക്കാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ നബിയേ, ഇങ്ങനൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് വിട പറഞ്ഞാലോ എന്റെ സ്ഥാനം എവിടെ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, സ്വർഗീയ ലോകമാണ് മോനെ, അല്ലാഹുവിന്റെ സ്വർഗീയ ലോകമാണ്. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ട് ചുരുക്കിയിട്ടില്ല, മാലം മാതാവിനെ പിതാവിനെ വെറുപ്പിച്ചു പോയാൽ, ഒരു നോട്ടം, ഒരു സെക്കൻഡിന്റെ ഒരു നോട്ടം നോക്കിപ്പോയാൽ ലാ യഖ്ബലുല്ലാഹുൽ ഇബാദ, നിന്റെ ഒരു നിസ്കാരവും പടച്ചവനിക്ക് വേണ്ട. 40 കൊല്ലം നിസ്കരിച്ചു, 50 കൊല്ലം നിസ്കരിച്ചു, മരണത്തെ കുറിച്ചുള്ള എല്ലാ ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സെക്കൻഡ് നേരെ ഉമ്മയുടെ ബാപ്പയുടെ മുഖത്തേക്ക് ദേഷ്യത്തിന്റെ നോട്ടം നോക്കിയാൽ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ അള്ളാഹു നിഷ്പ്രയാസം വലിച്ചെറിയും. അള്ളാഹുവിന് വേണ്ട നിസ്കാരം. അങ്ങനത്തെ മനുഷ്യന്മാരെ പടച്ചവനിക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ മനുഷ്യന്മാരെ പടച്ചവനിക്ക് വേണ്ട. എത്ര വക്കത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഒന്ന് കടന്നു വന്നാൽ സുബ്ഹാനല്ലാഹ്
അള്ളാന്റെ പള്ളി ഫുള്ളല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മുഴുവനും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഓഫാക്കി വെച്ചിട്ട് പടച്ചോന്റെ ഖുർആൻ എടുക്കാറില്ലേ? എന്റെ പൊന്നുമോനെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ പൊന്നു ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ 30 രാത്രങ്ങൾ കടന്നുപോയാൽ ഞാൻ കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തെന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നുമോനെ, എവിടെങ്കിലും മാതാവിന്റെ വെറുപ്പുണ്ടെങ്കിൽ, പിതാവിന്റെ വെറുപ്പുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കൂല. തൗബ അള്ളാഹുവിന് വേണ്ട. ആദ്യം അള്ളാഹുവിന്റെ പൊരുത്തം, ഫീ റിളൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപം, ഫീ സുഖത്തിൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണ്. അവരെ വെറുപ്പിച്ചാൽ ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്, ബാപ്പാനെ ഉമ്മാനെ മക്കൾ വെറുപ്പിച്ചു പോയാൽ അവർക്ക് ഈ ദുനിയാവിന്റെ പുറത്ത് അല്ലാഹു തആല ശിക്ഷ നൽകും. വേറെ ഒക്കെ ഇലാ യൗമുൽ ഖിയാമ, വേറെന്ത് ചെയ്താലും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ മാറ്റിവെക്കും. പക്ഷേ ബാപ്പാനെ ഉമ്മാനെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അല്ലാഹു വിടില്ല. ഉടൻ യുഅജ്ജിലുഹു, അല്ലാഹു ഉടൻ അതിന്റെ ശിക്ഷ തരുമെന്നാണ്. ഇത് പഠിപ്പിച്ചത് ഞാനോ ഈ ഇരിക്കുന്ന പണ്ഡിത വരേണ്യന്മാരോ അല്ല. ഒരിക്കൽ പോലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അതുകൊണ്ട് ആ ഒരു ഓർമ്മയോടെ ആ വന്നവരോട് പഠിപ്പിച്ച്, പൊന്നുമോനെ, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഒരു ബോധം വേണമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഇന്നിവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിൽ എത്താൻ നിങ്ങൾക്ക് അല്ലാഹു അവസരം തന്നാൽ ആദ്യം പോയിട്ട് ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം ചോദിക്ക്. അല്ലാതെ എത്ര അള്ളാന്റെ പള്ളി വന്നിട്ട് വെറുതെ വന്നിട്ട് ഇടിച്ചിട്ട് കാര്യമില്ല, വെറുതെ നെറ്റുകൊണ്ടിട്ട് ഇടിച്ചിട്ട് കാര്യമില്ല. വീട്ടിന്റെ ഉള്ളിലുള്ള ബാപ്പയോട് ഉമ്മയോട് പൊരുത്തം ചോദിക്കണം. എങ്കിലേ നമ്മുടെ നിസ്കാരങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സദസ്സിൽ വന്നിരുന്ന ആ ഒരു കൂലി അല്ലാഹു തആല തരികയുള്ളൂ. എത്ര ആളുകളാ ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയാൻ. ഇന്നലെ പോലും നമ്മുടെ കോട്ടയ്ക്കൽ ഭാഗത്ത് ഉസ്താദെ ഉമ്മക്ക് ക്യാൻസറാണ്, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം അങ്ങനെ പറയുന്ന മക്കളൊന്നും ഇന്നിപ്പുണ്ടോ? എന്റെ ഉമ്മക്ക് സുഖയില്ല ഉസ്താദെ ദുആ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ മക്കളുണ്ടോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളെ നീ കാക്കണേ അല്ലാ എന്ന് മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യണം. അതാണ് അല്ലാഹുവിന്റെ വാക്ക്. മുതലേ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അവിടെ നിസ്കാരത്തിന്റെ കഥയല്ലല്ലോ. അപ്പൊ തന്നെ മനസ്സിലാക്കണം പടച്ചോനെ, അപ്പൊ തന്നെ മനസ്സിലാക്കണം നമ്മളവിടെ ഇതിനെ മുന്തിക്കാനുള്ള കാരണം ഇവരുടെ പൊരുത്തുണ്ടെങ്കിലേ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ, നോമ്പെടുത്തിട്ട് കാര്യമുള്ളൂ, സ്വതക്ക ചെയ്തിട്ട് കാര്യമുള്ളൂ. അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണു പോയാൽ എന്റെ ചെറുപ്പക്കാരെ രക്ഷയില്ല കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അതാണല്ലോ ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ നിസ്കാരങ്ങളെ അല്ലാഹു സ്വീകരിക്കുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോനെ, നിനക്കുറപ്പുണ്ടോ നിന്റെ ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമുണ്ടെന്ന്? നിനക്കുറപ്പുണ്ടോ പൊന്നുമോനെ? അപ്പടാ ചെറുപ്പക്കാരൻ പറഞ്ഞു, മുത്തു നബിയേ, എനിക്ക് പൊരുത്തമുണ്ട് നബിയേ. എന്റെ ഉമ്മയോട് ഇന്ന് രാവിലെയും കടന്നു വരുമ്പോ പൊരുത്തം ചോദിച്ചിട്ടാ കടന്നു വരുന്നത്. എന്റെ ചെറുപ്പക്കാരാ, സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർക്ക് സ്വർഗമുണ്ടെന്നാണല്ലോ. അങ്ങനെ സ്വർഗം വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ? പ്രിയപ്പെട്ട ഉമ്മയോട് ബാപ്പയോട് മനസ്സ് പൊട്ടിയിട്ട് കാൽക്കൽ വീണുകൊണ്ട് പൊരുത്തം ചോദിക്കാവരുങ്ങിയാൽ വല്ലാഹി ഈ ലോകത്തുനിന്ന് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുന്നതാരെന്നറിയോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാട്. ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തം മേടിച്ചിട്ട് മരിച്ച മക്കളാരാ? നസല ഇലൈഹി മലായികതം മിനസ് സമാ. അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് അല്ലാഹുവിന്റെ മാലാകമാര് കടന്നു വരികയാണ്. മാലാകമാര് കടന്നു വന്നിട്ട് അവന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അവനിക്ക് വേണ്ടി അവന്റെ മയ്യത്ത് പതിയുകയാണ്. അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാ.
ഇതാർക്കാണ് അല്ലാഹു തആല കൊടുത്തതെന്നറിയോ? ഉമ്മയെ സ്നേഹിച്ച മകനിക്കാണ്, ബാപ്പയെ സ്നേഹിച്ചു പോയ മകനിക്കാട്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തതാ, ഫീരിൽ വാലിദൈ, ജീവിച്ചിരിക്കുമ്പോൾ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം മേടിച്ചോ. ഇങ്ങനെയുള്ള 4 കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ സഹാബത്തെ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല, അങ്ങനെ ചൊല്ലി മരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, നമുക്കധികം പറയാനുള്ള സമയം നമുക്കിവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഇന്നിവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കുകയാണ്, എനിക്ക് ശ്വാസം ഉള്ളിടത്തോളം സമയം അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങിക്കേട്ട അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് ഓടി വരികയാണ്. ഹൗദിന്റെ ചാരത്ത് വന്നിട്ട് ഒന്നുപെടുത്തിട്ട് പടച്ചോന്റെ പള്ളിയിലേക്കൊന്ന് കയറിയിട്ട് എന്റെ നെറ്റിത്തളം റബ്ബിന്റെ മുമ്പിൽ താട്ടാകം ചെയ്യാൻ പോവുകയാ, മനസ്സ് പൊട്ടിയിട്ട് കരയാൻ പോവുകയാണ്. അതിനു മുമ്പ് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുണ്ടാകട്ടെ. എന്നിട്ട് കടന്നു വരണം എരുമാട് പള്ളിയുടെ ഉള്ളില് അല്ലാഹുവിന്റെ മഹാനുഭാവൻ അന്തിവിശ്രമം കൊള്ളുന്ന ഈ പരിശുദ്ധ ഭൂമിയില്, ഈ കാണുന്ന പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയില് നിന്റെ നെറ്റി കൊണ്ട് വെക്കുമ്പോ, പടച്ചവന്റെ മുമ്പിൽ വരുമ്പോ ഉമ്മാന്റെ പൊരുത്തത്തോടുകൂടി അല്ലാതെ കടന്നു വരാൻ പാടില്ല, ബാപ്പയുടെ പൊരുത്തത്തോടുകൂടി അല്ലാതെ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, മനസ്സ് കൊടുക്കണം അല്ലാഹുവേ. ഇന്നെന്റെ ഉമ്മയോട് ഈ രാത്രി പ്രഭാഷണം കഴിഞ്ഞിട്ട് എന്റെ സ്വർഗമാകുന്ന എന്റെ ഉമ്മയും എന്റെ ബാപ്പയും അവരുടെ ചാരത്ത് പോയാ പൊരുത്തം മേടിക്കാതെ കിടക്കില്ല. അല്ലാ, ഈ ഒരു ഓർമ്മയോടുകൂടി കടന്നു പോകണം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. ഒന്ന് ഉറക്കപ്പുറം എന്തൊരു മടി, അവരോട് വല്ല വെറുപ്പുണ്ടോ? അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സന്തോഷവും ആനന്ദവും അള്ളാഹു തആല കൊടുക്കട്ടെ. രോഗമായി, വിഷമമായി, ബുദ്ധിമുട്ടായി കഴിയുന്ന ഉപ്പയും ഉമ്മയും നമ്മുടെ ഈ സദസ്സുകളിൽ ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ മഹാനുഭാവന്റെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട്, നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അസുഖങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം വളരെ സന്തോഷത്തോടെ ആർജവത്തോടെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സദസ്സിൽ വന്നിരുന്ന മുഴുവൻ ആളുകൾക്കും ഈ പറഞ്ഞ 4 ഗുണങ്ങൾ കിട്ടുന്ന സ്വാലിഹീങ്ങൾ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിന്റെ പുറംലോകത്തുകൂടെ കടന്നു പോകുമ്പോൾ ചിന്തയുണ്ട, പടച്ചോനെ മരിക്കണം, അങ്ങനെ മരിച്ചാൽ ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തമുണ്ടാകണം, നിസ്കാരമുണ്ടാകണം, അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു പോകണം. ഈ ഒരു ചിന്തയും ഈ ഒരു ഓർമ്മയും നമുക്ക് വേണം. എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഉമ്മാനെയും ബാപ്പാനെയൊക്കെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റുക? ഇന്ന് ഒരൊറ്റ ദിവസമെങ്കിലും ഉമ്മയോട് വഴക്കൂടാത്ത മക്കളുണ്ടാവോ? ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, നിങ്ങൾക്ക് ഉമ്മാന്റെ പൊരുത്തമുണ്ടോ, നിങ്ങൾക്ക് അള്ളാന്റെ കോപമുണ്ടെന്ന് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞു തരാം. ഇന്ന് അതിന് വരുന്നതിൻ്റെ പിന്നെ കുറച്ചു മുമ്പ് ഉമ്മയോട് വഴക്കിട്ടാൽ, ബാപ്പയോട് വഴക്കിട്ട് എന്നിട്ട് പൊരുത്തൊന്നും ചോദിച്ചിട്ടില്ല, ഈ സദസ്സിലേക്ക് വന്നിരുന്നാലോ അള്ളാന്റെ മലക്ക് നിങ്ങൾക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. അള്ളാന്റെ പൊരുത്തമുണ്ടാകൂല. മലക്കൾ നിങ്ങളെ ശാപത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾ ആലിംഗനം ചെയ്യാൻ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനസ്സറിഞ്ഞു പറയാം, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹ് എവിടെ വെച്ച് മരിച്ചാലും വേണ്ടില്ല, അള്ളാഹുവെ മാതാവിൻ്റെ പിതാവിൻ്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് അള്ളാഹ് അങ്ങനെയുള്ള മക്കളാക്കി നമ്മളെ മാറ്റണേ പടച്ചോനെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഏറ്റവും നല്ല നീയത്തോടെ നമുക്ക് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് മനസ്സ് പൊട്ടി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു എല്ലാവരും സ്വീകരിക്കുമാർ. എല്ലാവരും മനസ്സറിഞ്ഞൊരു 3 സ്വലാത്തൊന്ന് അള്ളാഹിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് ആമീന പൊന്നേ പൊന്നുമ്മ ആലത്തിൽ മുത്തേ സല്ലല്ലാഹു മാനിമ്പ പൂവേ റസൂലേ കാരുണ്യ കടലായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ്
കടലിൻ്റെ തീരത്താണ് ഞാൻ കാരുണ്യ പൂവിൽ നിറയാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തുകൾ മുഴുവനും മദീനത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. മനസ്സറിഞ്ഞു അല്ലാഹു നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, അള്ളാന്റെ ഹബീബിന്റെ പൂമുഖം കണ്ടു മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ആ ഹബീബിന്റെ റൗളന്റെ ചാരത്ത് ഒന്ന് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മനസ്സുപൊട്ടി പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ ആദരിച്ച നിന്നെ ബഹുമാനിച്ച മഹാനുഭാവന്റെ സമക്ഷത്തിലാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാഹുവേ, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി ഒന്ന് അണയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ, ബിഹഖി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്നേഹവും ആദരവും സന്തോഷവും ബഹുമാനവും ഒക്കെ നമ്മുടെ ഉമ്മാക്ക് എത്ര സമയം, ബാപ്പക്ക് എത്ര സമയം കൊടുക്കുന്നോ ആ സമയത്തൊക്കെ അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. തങ്ങൾ വന്നാൽ ഞാൻ ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കും. അതുവരെ ഞാൻ പറയാൻ ഞങ്ങൾ വരുന്ന കാണുമ്പോൾ ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കും. അതുകൊണ്ട് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ അവസാന സമയത്ത് നമ്മൾ സ്വലാത്ത് എത്ര ശബ്ദത്തെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്ന് എന്തോ അട്ടഹാസം ഒന്ന് ഉറക്കെ ചൊല്ലിക്കൊള്ളി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ എത്ര സ്വലാത്ത നമ്മൾ ചൊല്ലിയത്. ഒരു സദസ്സ് പിരിയുന്നു 1,00,000 സ്വലാത്തെങ്കിലും പുണ്യ നബിന്റെ ഹളറത്തിലേക്ക് എത്തണം. അല്ലാതെ ഇങ്ങനെ വാള് മാത്രം കേട്ടിട്ട് ഇരിക്കരുത്. നമ്മളും കൂടെ സ്വലാത്തിൽ. അതുകൊണ്ട് മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ആ ഹബീബിന്റെ ചാരത്തേക്കാണ് നമുക്ക് പോകേണ്ടുന്നത്. അങ്ങനെ ചെന്നാൽ ആ ഹബീബ് നാളെ നമ്മളെ സ്വീകരിക്കണം. മാതാവിനെ പിതാവിനെ വെറുപ്പിച്ച മകനാരാണ്? അവർക്കുള്ള ഹക്കടപാടുകൾ ചെയ്യാത്ത മകനാരാണ്? അനബരി, ഞാൻ അവനെ ഒഴിവാക്കിയെന്ന. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദുൽ കൗസറിന്റെ 4 ഭാഗത്ത് 4 ഖലീഫമാരുണ്ട്. ആ 4 ഖലീഫമാർ നമ്മളെ മൈൻഡ് ചെയ്യില്ല. എന്തേ കാരണം? നമ്മളെ പ്രസവിച്ച് പോറ്റി വളർത്തിയ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ല. അങ്ങനെ വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചത്. ആരാണ് അവരുടെ പൊരുത്തമില്ലാതെ കടന്നു വരുന്നത്? അവർക്കൊരു സമാധാനം എന്തെടുക്കലില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ വീടിന്റെ ഉള്ളിലല്ലേ നമ്മുടെ സ്വർഗമുള്ളത്? ആ സ്വർഗത്തെയല്ലേ നമ്മൾ പുച്ഛിക്കുന്നത്? ആ സ്വർഗത്തിനെയല്ലേ കളിയാക്കുന്നത്? ഇന്ന് ഇരിക്കുന്ന ഉപ്പമാരുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളുടെ ബാപ്പമാർ, നിങ്ങളുടെ സ്വർഗത്തിന്റെ വാതിലുകളാണ് ഈ സദസ്സിലുള്ളത്. അവരെ ബഹുമാനിക്കാതെ കടന്നു പോയാലോ? ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ വിളിക്കുക. അതാ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പൊന്നു മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് നിന്റെ സ്വർഗമൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? നമ്മുടെ മക്കളാണെങ്കിൽ എന്താ പറയുക? വാപ്പിച്ചിക്ക് വട്ട എന്നാണ് പറയുക. ഈ മകൻ അവിടെ വിളിച്ചു പറയാ, ഉപ്പാ, എന്റെ സ്വർഗം ഞാൻ കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. വീടിന്റെ തട്ടിലേക്കാണ് ഓടുന്നത്. അവിടെ ആരാ ഉള്ളതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മയാട്. ഉമ്മയുടെ ചാരത്തേക്കൊന്ന് കടന്നു ചെല്ലുകയാ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ, നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ? നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ? പ്രിയപ്പെട്ട പൊന്നും അവിടെ നിന്ന് കാൽപാദം പൊക്കി കൊടുക്കുകയാണ്. പൊന്നുമകൻ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിൽ ഒരു തുണിയങ്ങോട്ട് വിരിക്കുകയാണ്. ഉമ്മയുടെ കാൽപാദത്തിൽ പറ്റിയിരുന്ന പൊടിമണ്ണുകളെ തട്ടിയിടുകയാ. അത് പൊടിഞ്ഞെടുത്തുകൊണ്ട് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഉപ്പാ, ഇതെന്റെ സ്വർഗമാ.
ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു ആ പൊതിയങ്ങ് മേടിച്ചിട്ട് അത് തുറന്നു നോക്കുമ്പോഴോ കുറച്ചു മണ്ണാണ്. മോനെ, ഈ പൊടിമണ്ണ് എങ്ങനാടാ നിന്റെ സ്വർഗമാകുന്നത്? എന്റെ പൊന്നുപ്പാ, അതെന്റെ ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിൽ പറ്റിയിരുന്നു പോയ പൊടിമണ്ണാണ്. ആദാ തുറാബും മിൻ തുറാബിൽ ജന്ന, അതെന്റെ സ്വർഗത്തിൽ നിന്നുള്ള മണ്ണാ. ഫതബസ്സമ ഫഅനക, പൊന്നുമകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗം നമ്മുടെ വീട്ടിലാണ്. ആ സ്വർഗത്തെയല്ലേ വഴക്കു പറയുന്നത്? ആ സ്വർഗത്തെയല്ലേ ദേശത്തിന്റെ നോട്ടം നോക്കുന്നത്? ആ സ്വർഗത്തെയല്ലേ പുച്ഛിച്ച് നമ്മൾ തള്ളിക്കളയുന്നത്? അത് അവസാനിപ്പിക്കാൻ സമയമായി. അതിനുള്ള ഒരു വാളാണ് ഇന്നത്തെ വാള്. എരുമാട്, അതാ ഇവിടെ ഉള്ള എരുമാട് റൂസിന്റെ ഒരു വാളില്, അല്ലാഹുവേ, ഇന്നത്തെ ദിവസം എന്റെ ഉമ്മാന്റെ പൊരുത്തം മേടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഉമ്മയോട് പൊരുത്തം മേടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാ. ഇന്നത്തെ രാത്രി കടന്നു പോയാൽ ഞാൻ സംസാരിക്കാത്ത, മിണ്ടാത്ത, തിരിഞ്ഞു നോക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, ആ ഉപ്പയോട് ഞാൻ പൊരുത്തം ചോദിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു ഭാഗമാകട്ടെ ഇന്നത്തെ വാള്. ഇരിക്കുന്നതിൽ ഒരാൾ പൊരുത്തം ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്, 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 അവിടം ഇവിടം വരെ ഓടി വന്നുകൊണ്ട് പ്രഭാഷണം പറഞ്ഞതിൽ അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് മനസ്സ് കൊടുക്കുക, മനസ്സ് മുഴുവനും മദീനയിലേക്കൊന്ന് കൊടുക്കുക. എല്ലാ പാഠങ്ങളും മദീനയിലുണ്ട്, എല്ലാ നേട്ടങ്ങളും മദീനയിലുണ്ട്. ആ നേട്ടങ്ങളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, എന്റെ ഖൽബ് മുഴുവനും അല്ലാഹുവിന്റെ ദീനാകണം. ഒരു കാത് കൊണ്ട് കേട്ടിട്ട് മറു കാത് കൊണ്ട് കളഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല എന്നുള്ള നീയത്തോട് എത്ര ഉറൂസുകളാ കഴിഞ്ഞു പോയത്. ഈ ഒരു കൊല്ലമല്ലല്ലോ ഇവിടെ ഉറൂസ് ഉണ്ടായത്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് മഹാനുഭാവന്റെ പേരില് പരിശുദ്ധമാക്കപ്പെട്ട ഉറൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇവരെ പോലെ ഉള്ള മഹാനുഭാവന്മാരുടെ ചാരത്ത് വന്നിട്ട് പ്രഭാഷണം കേട്ടിട്ട് ഒരു കാത് കൊണ്ട് കേട്ട് മറുകാത് കൊണ്ട് കളഞ്ഞിട്ട് പോകാതെ, പടച്ചവരെ, ഇവിടെ വെച്ചുകൊണ്ട് കേൾക്കുന്നത് കളയാനുള്ളതല്ല. എന്റെ ജീവിതത്തിൽ, എന്റെ മക്കളുടെ ജീവിതത്തിൽ, എന്റെ ഭാര്യയുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് എന്നുള്ള ആശയോട്, എന്നുള്ള അഭിലാഷത്തോട്, എന്നുള്ള സന്തോഷത്തോട് കൊണ്ടുപോകാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോ വാദം കഴിയും, ഓരോ ഉറൂസും കഴിയും. അപ്പോൾ ഉറൂസിന്റെ ഭാഗമായിട്ട് വിളിച്ചപ്പോൾ വാളേക്കാൻ വന്നു. അങ്ങനെ വാളേക്കാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ വാള് കേട്ടു. ആ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് പോവാ. പക്ഷെ ജീവിതത്തിലൊന്നുമില്ല, അത് പറ്റൂല. കേൾക്കണത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലേ പിന്നെ എന്തിനാ നമ്മൾ വാള് വെക്കണത്? വാള് വെക്കുന്ന സംഘാടകർക്ക് ഒരു കൂലി വേണ്ടേ? അതിനെ സംഘടിപ്പിച്ചവർക്ക് ഒരു കൂലി വേണ്ടേ? അത് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ടില്ല, അല്ലേ? 6 അടി മണ്ണിലേക്കൊന്ന് കടന്നു പോയാൽ അവിടെ നാഫിയായ ഇൽമുണ്ടെങ്കിൽ അവനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്താ ഇപ്പൊ നാഫിയായ ഇൽമെന്ന് പറഞ്ഞാൽ? കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാം, കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാം. അങ്ങനെ അമൽ ചെയ്താൽ അവനിക്ക് രക്ഷയാണെന്ന് നമ്മൾ ചെയ്യോ? കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് വാൾ. ഇന്നോ ഇന്നലെയും അല്ല ഈ വാൾ ആരംഭിച്ചിട്ടുള്ളത്. എത്ര കൊല്ലങ്ങളായി. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയിട്ട് വാളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. എന്തിന്? മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാള് പഠിപ്പിച്ചു, വാള് പറഞ്ഞു തന്നു. പിന്നെ സ്വഹാബത്ത് പറഞ്ഞു തന്നു, താബഈങ്ങൾ പറഞ്ഞു തന്നു, തബഇ താബഈങ്ങൾ പറഞ്ഞു തന്നു, ഉലമാക്കൾ നമ്മളോട് പഠിപ്പിച്ചു തന്നു. പുസ്തകങ്ങളിലൂടെ, കിതാബുകളിലൂടെ നമുക്ക് വേണ്ടുന്ന എല്ലാം അവർ എത്തിച്ചു തന്നു. പക്ഷേ എവിടെ അതൊക്കെ ഉള്ളത്? നമ്മുടെ ഖൽബിലില്ല, നമ്മുടെ ഖൽബിന്റെ ഉള്ളിലില്ല. നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമു കേട്ടുപോയ ബഹുമാനപ്പെട്ട ഉഖൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് നിൽക്കുകയാണ് ഖബറിന്റെ ചാരത്ത്. ആ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ,
എന്തിനാ നിങ്ങൾ പുഞ്ചിരിക്കുന്നത്? അടുത്ത ഖബറിന്റെ ചാരത്ത് നിങ്ങൾ കരഞ്ഞതാണ്. ഇവിടെ പുഞ്ചിരിക്കാനുള്ള കാരണം എന്താണ്? ഈ മനുഷ്യന്റെ ഖബർ പ്രകാശമാണ്, സ്വർഗീയ ലോകമാ, ആനന്ദത്തിന്റെ ലോകമാണ്, ഖൈറിന്റെ ലോകമാണ്. എന്തേ അങ്ങനെ വരാനുള്ള കാരണമെന്നറിയോ? എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഉഖൈല് ഒന്നുപോലും കളയാറില്ല. കേൾക്കുന്നത് മുഴുവനും ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട്. ഭാര്യയോട് മക്കളോട് പഠിപ്പിക്കാറുണ്ട്. അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് മാറ്റത്തിന്റെ പരിവർത്തനമാക്കി മാറ്റാറുണ്ട്. അതുകൊണ്ട് ഉഖൈലിന്റെ ഖബർ പ്രകാശമാണ്. നമുക്കും കിട്ടണം ഇങ്ങനെ, നമുക്കും ഈ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കണം. ഖബറിന്റെ ഉള്ളിൽ എന്തിന്? നമ്മുടെ മയ്യത്ത് പൊതിയുമ്പോഴും നമ്മളെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അതിനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് ആ ചെറുപ്പക്കാര് കടന്നു വന്നത്. ഇൽമ കിട്ടാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ടൊന്ന് കടന്നു പോകാൻ. പക്ഷേ നമുക്കതിനെ കുറിച്ചുള്ള ചിന്തയില്ല. കേട്ടുകൊണ്ടിരുന്നേറ്റ് ഓടുന്നതല്ലാതെ ഉറപ്പിക്കണം, പടച്ചവനെ ഞാൻ ചെയ്യാൻ പോവുകയാ, പറഞ്ഞത് മുഴുവനും എന്റെ ജീവിതത്തിലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വാത് കേട്ടിട്ടുണ്ട് കാര്യമാ. ഈ ഒരു ചിന്തയോടുകൂടി കടന്നു പോകണം. എന്നിട്ട് ഈ ചെറുപ്പക്കാര് സലാം പറയാൻ പോകുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് നിങ്ങൾക്ക് മറക്കാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാ, ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 1 മാസവും 7 ദിവസവും കഴിഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീണ്ടും കാണാൻ വന്നു. പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, അന്ന് വന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വയസ്സുള്ള ആള് ഞാനാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി, എന്തേ നിങ്ങൾ ഇവിടെ വന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുകയാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഞാൻ ഒറ്റക്കല്ല കടന്നു വന്നത്, എന്റെ ഉമ്മയുണ്ട്, എന്റെ ഉമ്മയും കൂട്ടിയാ ഞാൻ കടന്നു വന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മയെയും കൂട്ടി കടന്നു വരാനുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോയതാണ്. എന്റെ ഉമ്മ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാ. എന്റെ ഉമ്മയുടെ കാൽപാദത്തിൽ പോയി ഞാൻ വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചപ്പോ എന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ, ഇത്രയും കാലം എന്നെ ചീത്ത വിളിച്ചിരുന്ന, ഇത്രയും കാലം എന്നെ ആക്ഷേപിച്ചിരുന്ന, ഇത്രയും കാലം എന്നെ കളിയാക്കിയിരുന്ന നീ എന്തേ ഇതുപോലെ ചെയ്യാനുള്ള കാരണമെന്ന് എന്റെ ഉമ്മ എന്നോട് ചോദിച്ചപ്പോ, ഉസ്താദേ, അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ കാണാൻ കടന്നു പോയതാണ് മദീനത്തുള്ള അള്ളാഹുവിന്റെ ഹബീബിനെ ആദരിക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം വരച്ചു കാട്ടിയ ഒരു മഹാനുഭാവനുണ്ട്. അദ്ദേഹത്തിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോയപ്പോ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ, മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റൂലാന്ന് പറഞ്ഞപ്പോ, അങ്ങനെ ഞാൻ പൊരുത്തം ചോദിച്ചതാണ് ഉമ്മ എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞപ്പോ എന്റെ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായി. ആ ഒരു മഹാനുഭാവനെ കാണണമെന്നുള്ള ആഗ്രഹമായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുമായിട്ട് കടന്നു വന്നതാണ്. അവിടത്തേക്ക് ആ വയസ്സായ വയോവൃദ്ധയായ ഉമ്മ വടിയും പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഉമ്മ അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, എത്രത്തോളം നന്ദി പറഞ്ഞാലും മതി വരൂല്ല, എത്രത്തോളം നന്ദി പറഞ്ഞാലും മതി വരൂല്ല. കാരണം എനിക്ക് 7 മക്കളായിരുന്നു. 7 മക്കളിൽ 6 പേരും മരിച്ചു പോയതാണ്. അതിൽപ്പെട്ട അവസാനത്തെ പൊന്നുമകനാണിവർ. ഇവനെ ഞാൻ കൊഞ്ചിച്ചു വളർത്തിയതാ, ഇവനെ ഞാൻ സ്നേഹിച്ചു വളർത്തിയതാണ്. അവസാനം ഇവൻ എന്നെ തിരിഞ്ഞു കൊത്തുകയായിരുന്നു. എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, എന്ത് പറഞ്ഞാലും കേൾക്കില്ല, എന്ത് പറഞ്ഞാലും ദുനിയാവിന്റെ പാശ്ചാത്യന്റെ പരിഷ്കാരത്തിലൂടെ എന്റെ പൊന്നുമകന് കടന്നുപോയി കൊണ്ടിരുന്നതാണ്. അവിടത്തെയുടെ സമക്ഷത്തിന്റെ ചാരത്തേക്കൊന്ന് കടന്നു വരുന്നത് വരെ എന്റെ കുട്ടിയൊന്നും കേട്ടിട്ടില്ല തങ്ങളെ.
അതുകൊണ്ട് നിങ്ങളുടെ നാവിലൂടെ എന്റെ പൊന്നുമകൻ നന്നായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മനസ്സ് പൊട്ടി ഒന്ന് ദുആ ചെയ്യാൻ കടന്നു വന്നതാണ്. ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് കടന്നു വന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വയസ്സായ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാട്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ പൊന്നുമകന്റെ മനസ്സിനെ മാറ്റിയതാരാട്? എന്റെ കാൽപാദത്തിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ ആരുടെ നാവാണോ റഹ്മാനെ ദുനിയാവിൽ ഉപയോഗിച്ചത്? ആ നാവ് നാളെ സ്വർഗത്തിന്റെ ദിക്ർ ചൊല്ലാൻ അവസരം കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ദിക്ർ ചൊല്ലാനുള്ള അവസരം കൊടുക്കണേ അല്ലാഹ്. മകൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, സ്വർഗത്തിന്റെ ദിക്ർ എങ്ങനാ നിങ്ങൾ അറിയുന്നത്? സ്വർഗത്തിന്റെ ദിക്ർ എങ്ങനാ നിങ്ങൾ അറിയുന്നത്? അവിടെന്ന് പറഞ്ഞു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്റാണ് ചൊല്ലാൻ പോകുന്നത് എന്നവിടെന്ന് മനസ്സ് പൊട്ടിയിട്ട് പറഞ്ഞു പോയെങ്കിൽ, എന്റെ ചെറുപ്പക്കാരാ, ഒരുമിക്കാൻ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുക്കാൻ, ജീവിതത്തിന്റെ പാഠം കൊണ്ടുവരാൻ. അതുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, എനിക്കിപ്പോ സമാധാനമായിരിക്കുകയാണ്. വല്ലാത്തൊരു സന്തോഷം എനിക്കായിട്ടുണ്ട്, വല്ലാത്തൊരു ആനന്ദം എനിക്കായിട്ട്. എനിക്കിപ്പോ ഒരു പേടി എനിക്കില്ല. ഞങ്ങൾ കടന്നു ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ജീവിതം നമുക്ക് നന്നാക്കണം. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വാക്കുകൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾ നിന്നും വിട പറഞ്ഞു എല്ലാവരും അള്ളാഹു തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.